നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട അഴിമതിക്കാരനാണ് എന്ന് തെളിയിക്കുന്ന സാഹചര്യം വന്നതോടുകൂടിയാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. കെജ്രിവാൾ തീഹാർ ജയിലിലേക്ക് പോവുകയും അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങാൻ മാസങ്ങൾ വേണ്ടി വരികയും ചെയ്തു. അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം നാടകീയമായി രാജിവെച്ചുകൊണ്ട് തൻ്റെ വിശ്വസ്തയായ അതിശി മാർലേനയ്ക്ക് കൈമാറുകയും ചെയ്തു. ഇതോടുകൂടി ആം ആദ്മിയിൽ പൊട്ടിത്തെറി അതിരൂക്ഷമായി. കെജ്രിവാളിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആം ആദ്മിയെ കഴിയുന്നില്ലെങ്കിൽ ആ പാർട്ടി പിരിച്ചുവിടണമെന്ന് ആം ആദ്മി പാർട്ടിയിലെ നേതാക്കൾ തന്നെ തുറന്നടിക്കുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ താൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കും, പക്ഷേ അത് ന്യൂഡൽഹി മണ്ഡലത്തിലായിരിക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വിജയിക്കാൻ സാഹചര്യം ഇല്ല, അദ്ദേഹത്തിന് പരാജയം സംഭവിക്കാമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിൽ പ്രകാരമാണ് ന്യൂഡൽഹി മണ്ഡലം വിട്ടുപിടിക്കാൻ കെജ്രിവാൾ തയ്യാറാകുന്നത്. മാത്രമല്ല, കെജ്രിവാളിന് കൃത്യമായി അറിയാം ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിൽ എത്തുക എന്നതുപോലും പ്രായോഗികമല്ല. കാരണം ആം ആദ്മിയെ ജനങ്ങൾ അഴിമതി പാർട്ടിയായി കണ്ടു കഴിഞ്ഞിരിക്കുന്നു, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ഫ്രീ ബീസ് പൊളിറ്റിക്സ്, അതായത് സൗജന്യമായി വെള്ളവും വൈദ്യുതിയും കൊടുത്ത് ജനങ്ങളുടെ വോട്ട് മേടിച്ച് കൂട്ടുന്ന ഒരു പദ്ധതിയായിരുന്നു നാളിതുവരെ ആം ആദ്മി പാർട്ടി അവലംബിച്ചതെങ്കിൽ ആ പരിപാടികൾക്കൊക്കെ വലിയ തിരിച്ചടി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കെജ്രിവാളും BJPയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പുറത്തു വരുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് ഇപ്പോൾ എന്നത് വളരെ വ്യക്തം. BJP നേതാക്കളിൽ പലരും ആം ആദ്മിയുടെ ആഭ്യന്തര കാര്യങ്ങളെപ്പറ്റി വാചാലരാകുന്നത് എന്തുകൊണ്ട് എന്ന് കോൺഗ്രസ് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ആം ആദ്മി നേതാക്കൾക്ക് കഴിയാത്തതിൻ്റെ കൃത്യമായ കാരണം BJPയുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം തന്നെയാണ്. കെജ്രിവാൾ ഇപ്പോൾ വിവാദ പ്രസ്താവനകൾ പലതും പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിൽ നിന്നും കോൺഗ്രസിനെ പുറത്താക്കണമത്രേ. കോൺഗ്രസ് തുടങ്ങിവെച്ച ഈ മുന്നണി സംവിധാനത്തെ എങ്ങനെ പൊളിക്കാനാണ് കെജ്രിവാളിൻ്റെ പ്ലാൻ എന്ന് തിരിച്ചൊരു ചോദ്യം മല്ലികാർജുൻ ഖാർഗെയും ചോദിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ കെജ്രിവാളിൻ്റെ നീതിക്ക് വേണ്ടി പോരാടിയവരിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉണ്ട്. അതുമാത്രമല്ല, കോൺഗ്രസ് ഐക്യദാർഢ്യം നൽകിയിരുന്നു. ഇതെല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നിട്ടും അവരുടെ ആരുടെയും നീക്കങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് അതിനൊക്കെ പുല്ലുവില കൽപ്പിക്കുന്ന നീക്കമാണ് ഇപ്പോൾ കെജ്രിവാളും സംഘവും നടത്തുന്നത്. കെജ്രിവാളിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെയും കോൺഗ്രസിനെ വീണ്ടും വീണ്ടും തകർക്കുക. BJP അധികാരം കിട്ടിയാലും വേണ്ടില്ല, കോൺഗ്രസിന് 10 സീറ്റ് കിട്ടാൻ ഒരിക്കലും കാരണമാകുന്ന സാഹചര്യം ഒരുക്കരുത്. ഇതാണ് കെജ്രിവാളിൻ്റെ ഫോർമുല. ഇനിയും അകത്താകണ്ടെങ്കിൽ, അതായത് തിഹാർ ജയിലിലേക്ക് പോകണ്ടെങ്കിൽ അധികാരം വെച്ചൊഴിയുന്നതാണ് നല്ലത് എന്ന് കെജ്രിവാളിന് കൃത്യമായി നിർദ്ദേശം BJPയിൽ നിന്നും ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണ്, ഒരു ചെറുവിരൽ പോലും അനക്കാതെ എന്നതാണ് വാസ്തവമായി കോൺഗ്രസ് പറയുന്നത്.